പ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഒരു കൊച്ചു കഥ പറയാം. എന്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുഴണിക്കുന്ന കാലച്ച ഓരോ മണൽത്തരയും കൊളിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നെങ്കിലെന്ന്. ആ കാഴ്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം. നബിതങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. വലയിൽ അകപ്പെട്ടു പോയ ഒരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അയച്ചുവിടോ, അതെന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി തിരിച്ചു വരും. മലമേട ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ 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 ഹാ, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? ഈ എന്ത് വിട്ടുത്തരമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ഇതിന് പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ശരി, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഔത്തുകളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ മലമേടൻ ആ മാനിനെ അയച്ചുവിട്ടു. മാൻ ഓടി പറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ മാത്രം ബാക്കി. മലമേടന്റെ ഖട്ടാര പുനാര നബിയുടെ കൈത്തിൽ നീളാൻ തുടങ്ങി. അപ്പോഴാ കൊടി പടനങ്ങൾ പറത്തി. ആ മാൻ തിരിച്ചെത്തി. മലമേടൻ അമ്പരന്നു പോയി. ഇതെന്തൊരു അത്ഭുതം! ഉടനെ തന്നെ മലമേടൻ നബിതങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബിതങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും ആ മാനിനെ അയച്ചുകയും ചെയ്തു. എന്റെ ഈ കൊച്ചുകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ കൊച്ചുകഥയുടെ നിർത്തുന്നു. വാഹി ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.